ഹലോ മക്കളെ, വെൽക്കം ടു വേദാന്തു മലയാളം. സോ വേദാന്തു മലയാളത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് മാം, സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ തീരുന്നില്ലേ? എടാ തീരുവടാ. നോക്കിക്കേ, നമുക്ക് ആകെ ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് ഫ്രോഗ് ആണ് അല്ലെ. അപ്പൊ ഫ്രോഗിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. ഇപ്പൊ മോർഫോളജി നമ്മൾ പഠിച്ചു, അതേപോലെ അനാട്ടമിയിൽ നമുക്ക് എന്തൊക്കെ പഠിക്കാനുണ്ട്? റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, എക്സ്ക്രീറ്ററി സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം, ഡൈജസ്റ്റീവ് സിസ്റ്റം ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട് അല്ലെ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഡയഗ്രാം അടക്കം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. ഒന്ന് ഡൈജസ്റ്റീവ് സിസ്റ്റം, രണ്ട് റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. അതിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഇത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ഓക്കെ, സോ ഫ്രോഗ് എന്ന് പറയുന്നത് ഡയേഷ്യസ് യൂണിസെക്ഷൽ ആനിമൽ ആണ്. എന്താണ് മക്കളെ ഡയേഷ്യസ് എന്ന് പറഞ്ഞാൽ? ഇവർ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം മനസ്സിലാക്കുന്നതിന് മുന്നേ നമുക്ക് മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ദേ ആർ എ ഡയേഷ്യസ് ആനിമൽ. ഡയേഷ്യസ് എന്ന് പറഞ്ഞാൽ മെയിലും ഫീമെയിലും സെപ്പറേറ്റ് ഇൻഡിവിജ്വൽസിലാണ്. നമ്മുടെ അടുത്ത് പെൺതവളയുണ്ട്, ആൺതവളയുണ്ട്. സോ പെണ്ണും ആണും എന്താണ് വേറെ വേറെ ഇൻഡിവിജ്വൽസിലാണ് അല്ലെ. ഇതിനെയാണ് നമ്മൾ ഡയേഷ്യസ് എന്ന് പറയാം. അതായത് മെയിൽ ആൻഡ് ഫീമെയിൽ സെക്സ് ഓർഗൻസ് ആർ പ്രസന്റ് ഇൻ ഡിഫറെന്റ് ഇൻഡിവിജ്വൽസ്. ഓക്കെ, ആൻഡ് ഇതിന്റെ മറ്റൊരു ടേം ആണ് യൂണിസെക്ഷൽ. എന്താ യൂണിസെക്ഷൽ എന്ന് പറയുന്നത്? യൂണിസെക്ഷൽ എന്ന് പറയുന്നത് the same, that means the sexual organs are present in different individuals. Male consists of male sex organ, female consists of female sex organ. They are different. അത് മാത്രമല്ല, നമ്മൾ മോർഫോളജിയിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അതായത് ഫ്രോഗ് സെക്ഷൽ ഡൈമോർഫിസം കാണിക്കുന്ന ആൾക്കാരാണ്. ഫ്രോഗ് സെക്ഷൽ ഡൈമോർഫിസം കാണിക്കുന്ന ആൾക്കാരാണ്. എന്താണ് സെക്ഷൽ ഡൈമോർഫിസം എന്ന് പറഞ്ഞാൽ? മെയിലിനെയും ഫീമെയിലിനെയും കണ്ടാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. മെയിലിന് സൗണ്ട് പ്രൊഡ്യൂസിങ് വോക്കൽ സാക്ക് ഉണ്ട്, അത് ഫീമെയിലിനില്ല. മെയിലിന് കോപ്പുലേറ്ററി പാഡ് ഉണ്ട്. എവിടെ? അവരുടെ 4 ലിമ്പിന്റെ ഫസ്റ്റ് ഡിജിറ്റിൽ. അത് ആർക്കില്ല? ഫീമെയിലിനില്ല. സോ മെയിലിന് ഫീമെയിലിന് നമുക്ക് പെട്ടെന്ന് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റുന്നു. അതിനുള്ള ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ഉണ്ട്. ദിസ് ഈസ് സെക്ഷൽ ഡൈമോർഫിസം. ഇതിനാണ് സെക്ഷൽ ഡൈമോർഫിസം എന്ന് പറയുന്നത്. സോ ഫ്രോഗ് എന്താ? ഡയേഷ്യസ്, യൂണിസെക്ഷൽ ആൻഡ് ദേ ആർ സെക്ഷലി ഡൈമോർഫിക്. ഓക്കെ അല്ലേ? സെറ്റ് ആണല്ലോ. അപ്പൊ നമ്മൾ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം പഠിക്കുമ്പോൾ നമുക്ക് രണ്ടുപേരെയും പഠിക്കാനുണ്ട്. അതായത് മെയിലിന്റെയും പഠിക്കാനുണ്ട്, ഫീമെയിലിന്റെയും പഠിക്കാനുണ്ട്. സോ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം നോക്കാം. ഇപ്പൊ നമ്മൾ മനുഷ്യന്മാരെ പോലെ തന്നെ ലൈക് ഫ്രോഗിലും മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ പ്രൈമറി സെക്സ് ഓർഗൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ടെസ്റ്റിസ്. പ്രൈമറി സെക്സ് ഓർഗൻ എന്താണ്? ടെസ്റ്റിസ് ആണ്. കാരണം ടെസ്റ്റിസ് ആണ് ഇവിടെ എന്തുണ്ടാക്കുന്നത്? നമ്മുടെ മെയിൽ ഗാമീറ്റ് ആയിട്ടുള്ള സ്പേമിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് ദ പ്രൈമറി സെക്സ് ഓർഗൻ. അപ്പൊ ഇവരുടെ ടെസ്റ്റിസ് എന്ന് പറയുന്നത് എവിടെയാ കാണപ്പെടുന്നതെന്ന് വെച്ചാൽ ഇതെന്താ സംഭവം? ഇതെന്താടാ? ഇതെന്ത് പാർട്ടാടാ? പെന്നിന്റെ കളർ മാറ്റി തരാം. ഇതെന്ത് പാർട്ടാടാ? ദിസ് ഈസ് കിഡ്നി. ഇതെന്താണ്? കിഡ്നിയാണ് കേട്ടോ. ഇത് കിഡ്നിയാണ്, കിഡ്നി. ഓക്കെ, സോ ഈ കിഡ്നിയോട് അറ്റാച്ച് ചെയ്തിട്ടാണ് ഇവരുടെ എന്തുള്ളത്? ടെസ്റ്റിസ് ഉള്ളത്. ഇവിടെ നിങ്ങൾ കാണുന്ന ഓവൽ ഷേപ്പ്, ഓക്കെ, ഓവൽ ഷേപ്പില് അല്ലെങ്കിൽ ഒവോയിഡ് ആയിട്ട് കാണുന്ന ഈ ഒരു എന്താ പറയാ യെല്ലോയിഷ് പാർട്ടിനെയാണ് നമ്മൾ ടെസ്റ്റിസ് എന്ന് വിളിക്കുക കേട്ടോ. ദിസ് ഈസ് ടെസ്റ്റിസ്. സോ ടെസ്റ്റിസ് എങ്ങനെയാണുള്ളത്? ഇത് കിഡ്നി ആണെങ്കിൽ അതിനോട് അറ്റാച്ച് ചെയ്തിട്ടാണ് നമുക്ക് എന്തിനെ കാണാൻ പറ്റുന്നത്? ടെസ്റ്റിസിനെ കാണാൻ പറ്റുന്നത്. ഷേപ്പ് എന്താണ്? ഓവൽ ഷേപ്പ്. ഇറ്റ് ഈസ് ഒവോയിഡ്. ഓക്കെ, കളർ എന്താണ്? ഒരു ലൈറ്റ് യെല്ലോ കളറാണ് ടെസ്റ്റിസിനുള്ളത്. ഇത് എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു? സ്പേംസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, സ്പേംസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് സ്പേം ലൈക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ട് ആവുന്നത്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. സോ പ്രൈമറി ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ ഇറേസറിന് എപ്പോഴും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും. ഇതാണ് എനിക്ക് ഇറേസർ ഇഷ്ടമില്ലാത്തത്. നോക്കാം, എവിടെയാണ് ഇറേസർ? വരുന്നില്ലടാ. റീഡ് ലൗഡോ? ഓക്കെ, വന്നു. ഓക്കെ, സോ നോക്കിക്കേ, ഈ കാണുന്ന ടെസ്റ്റിസ് എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യും? സ്പേമിനെ പ്രൊഡ്യൂസ് ചെയ്യും അല്ലെ. ആ സ്പേം ടെസ്റ്റിസിൽ നിന്ന് നേരെ പോകുന്നത് ഇവിടെ കാണുന്ന ഇങ്ങനെയുള്ള എന്താ പറയാ നമ്മളെ കുഞ്ഞി ഫ്രാഗ്മെന്റ്സ് അല്ലെങ്കിൽ എന്താ പറയാ ത്രെഡ് ലൈക്ക് സ്ട്രക്ചേഴ്സിലേക്കാണ് കേട്ടോ. ഇതിനെയാണ് നമ്മൾ വാസ എഫറൻഷ്യ എന്ന് പറയാം. ഇതിനെ നമ്മൾ എന്താ പറയാ? വാസ എഫറൻഷ്യ. സോ സ്പേമിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ടെസ്റ്റിസ് ആണ്. ടെസ്റ്റിസിൽ നിന്ന് സ്പേം ഗെറ്റ്സ് ട്രാൻസ്പോർട്ടഡ് ഇൻ ടു വാസ എഫറൻഷ്യ. ഓക്കെ, വാസ എഫറൻഷ്യയിലേക്ക് പോകും. വാസ എഫറൻഷ്യക്ക് ശേഷം ഇത് നേരെ എത്തുന്നത് നമ്മളെ കിഡ്നിയുടെ മേലെ കാണുന്ന ബിഡേഴ്സ് കനാലിലേക്കാണ്. നമ്മൾ കിഡ്നിയിൽ ഇതാ ഇങ്ങനെ കുഞ്ഞി കമ്പാർട്ട്മെന്റ്സ് കണ്ടോ? ഇതാണ് ബിഡേഴ്സ് കനാൽ. ഇതിനെന്താ വിളിക്കുക? ബിഡേഴ്സ് കനാൽ. ആ ബിഡേഴ്സ് കനാലിലേക്കാണ് ആരെത്തുന്നത്? സ്പേം എത്തുന്നത്. അവിടെ നിന്ന് അത് നേരെ പോകുന്നത് അവരുടെ യൂറിനോജനൈറ്റൽ ഡക്ട്. എന്താ യൂറിനോജനൈറ്റൽ ഡക്ട്? ഇറ്റ് ഈസ് യൂറിറ്റർ. യൂറിറ്റർ എന്ന് പറഞ്ഞാൽ ശരിക്കും പൊതുവെ യൂറിൻ
എന്നെ പാസ് ചെയ്യിക്കാനുള്ള ട്യൂബാണ് അല്ലെ. പക്ഷെ ഇവിടെ യൂറിനെയും സ്പേമിനെയും പാസ് ചെയ്യിക്കുന്നത് യൂറിറ്റർ തന്നെയാണ്. സോ നമ്മൾ അതിനെ യൂറിൻ ജനൈറ്റൽ അതായത് സ്പേം ഡക്ട് എന്ന് നമ്മൾ ഇതിനെ വിളിക്കും. അതായത് രണ്ടും ചെയ്യുന്നത് കൊണ്ട് യൂറിനോ ജനൈറ്റൽ ഡക്ട്. പക്ഷെ അത് എന്ത് തന്നെയാണ്? യൂറിറ്റർ ആണ്. സോ യൂറിറ്റർ അതിനെ നേരെ കൊണ്ടുപോകുന്നത് എങ്ങോട്ടേക്കാണ്? ക്ലോയേക്കയിലേക്കാണ് കേട്ടോ. എങ്ങോട്ടേക്കാണ്? ക്ലോയേക്കയിലേക്കാണ്. ഓക്കെ, ക്ലോയേക്ക. എന്നിട്ട് അത് ക്ലോയേക്കൽ എപ്പേർച്ചർ വഴി പുറത്തേക്ക് പോകും. സെറ്റായല്ലോ. ഇതാണ് നമ്മൾ ചുരുക്കി പറയുകയാണെങ്കിൽ. സോ ഇവിടെ ക്ലോയേക്കയെ കുറിച്ച് ഒരു കാര്യം പറയാനുണ്ട്. ശരിക്കും നമ്മൾ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ ക്ലോയേക്ക പഠിച്ചു അല്ലെ. അതേപോലെ തന്നെ ശരിക്കും എക്സ്ക്രീറ്ററി സിസ്റ്റത്തിൽ നമ്മൾ ക്ലോയേക്ക പഠിച്ചു. ഇവിടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ ക്ലോയേക്ക പഠിക്കുന്നുണ്ട്. ഇതെന്താ സംഭവം? ഇവരുടെ ഫീക്കൽ മാറ്റർ, അതായത് അൺഡൈജസ്റ്റഡ് ആയിട്ടുള്ള വേസ്റ്റ്, ഡൈജഷന് ശേഷം ഉണ്ടാകുന്ന അവശിഷ്ടം, അതാണ് ഫീക്കൽ മാറ്റർ. ഈ ഫീക്കൽ മാറ്ററും യൂറിൻ, ഓക്കെ, യൂറിൻ അതേപോലെ തന്നെ സ്പേം, ഇത് മൂന്നും എത്തുന്നത് എങ്ങോട്ടേക്ക് തന്നെയാണ്? ക്ലോയേക്കയിലേക്ക് തന്നെയാണ് കേട്ടോ. ഇത് മൂന്നും എത്തുന്നത് എങ്ങോട്ടേക്ക് തന്നെയാണ്? ക്ലോയേക്കയിലേക്ക് തന്നെയാണ്. അപ്പൊ ക്ലോയേക്ക എന്തിനെയൊക്കെ കളക്ട് ചെയ്യുന്നുണ്ട്? ഫീക്കസിനെ, യൂറിനെ, സ്പേമിനെ. ഓക്കെ, ഇത് മൂന്നും എത്തുന്നത് ക്ലോയേക്കയിലേക്ക് തന്നെയാണ്. ക്ലോയേക്ക എന്നിട്ട് എന്താ ചെയ്യുക? അതിന്റെ എപ്പേർച്ചർ വഴി ഇതിനെയൊക്കെ പുറത്തുള്ളൂ. സോ ക്ലോയേക്ക മൂന്നും കളക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇറ്റ് ഈസ് ദ 3-in-1 ചേംബർ ഇൻ ഫ്രോഗ്. ഓക്കെ, ഇറ്റ് ഈസ് ദ 3-in-1 ചേംബർ ഇൻ ഫ്രോഗ്. ഓക്കെ, സെറ്റ് ആയല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. സോ ടെസ്റ്റസ് എന്തുമായിട്ട് കണക്റ്റഡ് ആണ്? കിഡ്നീസുമായിട്ട് കണക്റ്റഡ് ആണ് അല്ലെ. അപ്പൊ ആരാണ് ടെസ്റ്റസിനെ കിഡ്നിയോട് കണക്ട് ചെയ്യുന്നത്? ഈ കാണുന്നത് ടെസ്റ്റസ് ആണ് ആൻഡ് ദിസ് ഈസ് ദ കിഡ്നി. ഈ ടെസ്റ്റസിനെയും കിഡ്നിനെയും പരസ്പരം കണക്ട് ചെയ്യിക്കുന്നത് ഒരു പെരിറ്റോണിയൽ മെംബ്രെയിൻ ആണ്. അതായത് ദ ഡബിൾ പെരിറ്റോണിയൽ മെംബ്രെയിൻ. അതിനെ നമ്മൾ മീസോർക്കിയം എന്നാണ് വിളിക്കുക. സോ ഇത് ടെസ്റ്റസ് ആണ്, ഇത് കിഡ്നി ആണെങ്കിൽ ഇതിനെ പരസ്പരം കണക്ട് ചെയ്യിക്കുന്നത് ആരാണ്? മീസോർക്കിയം. മീസോർക്കിയം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇറ്റ് ഇസ് എ ഡബിൾ ഫോൾഡ് ഓഫ് പെരിറ്റോണിയം. ഒന്നുമില്ല, നമ്മളെ പെരിറ്റോണിയൽ മെംബ്രെയിൻ ഇല്ലേ, അതിങ്ങനെ രണ്ട് മടക്കായിട്ട് ഇവരുടെ ഇടയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതാണ് എന്ത് ചെയ്യുക? ഇവിടെയുള്ള ടെസ്റ്റസിനെയും ഇവിടെയുള്ള കിഡ്നിനെയും പരസ്പരം യോജിപ്പിക്കുന്നത്. ഓക്കെ, ഇനി ടെസ്റ്റസിൽ നിന്ന് ആര് എറൈസ് ചെയ്യുന്നുണ്ട്? ടെസ്റ്റസിൽ നിന്ന് ഒരു കുഞ്ഞി ത്രെഡ് ലൈക്ക് സ്ട്രക്ചർ ഇങ്ങനെ വരുന്നുണ്ട് അല്ലെ. സോറി, ഇതെന്താണ് നിൽക്കാത്തെ? ഓക്കെ, അപ്പൊ ടെസ്റ്റസിൽ നിന്ന് ഒന്നും കൂടി വരച്ചുതരാം. കുറെ നേരം ടെസ്റ്റസിൽ നിന്ന്. ഓക്കെ, സോ ഇത് ടെസ്റ്റസ് ആണ്, ഇത് കിഡ്നിയാണ്. ടെസ്റ്റസിൽ ഉണ്ടായ സ്പേമിനെ നമ്മളെ കിഡ്നിയിലുള്ള ബിഡേഴ്സ് കനാലിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യിക്കാൻ ഇവിടെ ത്രെഡ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ഉണ്ട്. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? വാസ എഫറൻഷ്യ എന്ന് വിളിക്കുക അല്ലെ. അപ്പം ഒരു ഫ്രോഗിന്റെ ടെസ്റ്റസിന്റെ നിന്ന് തുടങ്ങുന്ന ഈ ഒരു വാസ എഫറൻഷ്യ എന്ന് പറഞ്ഞാൽ ഏകദേശം 10 മുതൽ 12 വരെ നമ്പറിലാണ് ഉണ്ടാവുക കേട്ടോ. 10 to 12 വാസ എഫറൻഷ്യയാണ് ടെസ്റ്റസിൽ നിന്ന് വരുന്നത്. ഈ വാസ എഫറൻഷ്യ നേരെ തുറക്കുന്നത് എങ്ങോട്ടേക്കാണ്? നമ്മുടെ കിഡ്നിയിലുള്ള ബിഡേഴ്സ് കനാലിലേക്കാണ്. കിഡ്നിയിലുള്ള ബിഡേഴ്സ് കനാൽ, ഈ കാണുന്നതാണ് ബിഡേഴ്സ് കനാൽ. ഈ കാണുന്ന കനാൽ കണ്ടോ? കുഞ്ഞു കമ്പാർട്ട്മെന്റ്സ് കണ്ടോ? ഇതാണ് ബിഡേഴ്സ് കനാൽ. ഇതിനെയാണ് നമ്മൾ ബിഡേഴ്സ് കനാൽ എന്ന് വിളിക്കുന്നത്. സോ വാസ എഫറൻഷ്യ നേരെ ഓപ്പൺ ചെയ്യുന്നത് കിഡ്നിയിലേക്കാണ്, കിഡ്നിയിലുള്ള ബിഡേഴ്സ് കനാലിലേക്കാണ്. ഓക്കെ, ഇനി ബിഡേഴ്സ് കനാൽ ഇതിനെ എന്ത് ചെയ്യും? സ്പേമിനെ ട്രാൻസ്പോർട്ട് ചെയ്ത് നേരെ അതിനെ യൂറിറ്ററിലേക്ക് എത്തിക്കും. യൂറിറ്റർ എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഇസ് ദ യൂറിനോ ജനൈറ്റൽ ഡക്ട്. ഈ യൂറിറ്റർ നേരെ എങ്ങോട്ടേക്ക് ഓപ്പൺ ചെയ്യുന്നത്? ക്ലോയേക്കയിലേക്കാണ് ഓപ്പൺ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ക്ലോയേക്ക വളരെ ചെറുതായിട്ടുള്ള ഭയങ്കര ഒരു എന്താ പറയാ മീഡിയം ചേംബർ ആണ് കേട്ടോ. ഇത് ഫീക്കൽ മാറ്ററിനെയും യൂറിനെയും സ്പേമിനെയും ഒക്കെ പുറത്തേക്ക് തള്ളി കൊടുക്കുന്നുണ്ട്. ഓക്കെ, സെറ്റ് ആയല്ലോ. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ പറയാനുള്ളൂ. അപ്പൊ നമുക്കിത് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് നോക്കാം. സിമ്പിൾ ആയിട്ട് നമുക്ക് ഒന്നും കൂടി ഇതിനെ പഠിക്കാം. ഓക്കെ, നമ്മൾ ബോർഡ് ആണെങ്കിൽ ഒറ്റയടിക്ക് നമുക്ക് ഇതിനെ ഇറേസ് ചെയ്ത് കളയാം. പക്ഷെ ഇതാവുമ്പോൾ ഇങ്ങനെ ഉരച്ചിരിക്കണം. സോ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഓഫ് എ ഫ്രോഗ്, the primary sex organ is testis because testis produces the sperm. Sperm ഉണ്ടാവുന്നത് ടെസ്റ്റസിലാണ്. ടെസ്റ്റസും കിഡ്നിയും തമ്മിൽ അറ്റാച്ച്ഡ് ആണ് ബൈ മീസോർക്കിയം. ഓക്കെ, ബൈ മീസോർക്കിയം. ഓക്കെ, ഇനി ടെസ്റ്റസിൽ ഉണ്ടായ സ്പേമിനെ നമ്മുടെ 10 to 12 നമ്പറിൽ കാണപ്പെടുന്ന വാസ എഫറൻഷ്യ എങ്ങോട്ടേക്ക് എത്തിക്കും? കിഡ്നിയിലുള്ള ഈ കാണുന്ന കുഞ്ഞി ബിഡേഴ്സ് കനാലിലേക്ക് എത്തിക്കും. ബിഡേഴ്സ് കനാൽ അതിനെ യൂറിനോ ജനൈറ്റൽ ഡക്ട് വഴി എങ്ങോട്ടേക്ക് എത്തിക്കും? ക്ലോയേക്കയിലേക്ക് എത്തിക്കും. ക്ലോയേക്ക അതിന്റെ എപ്പേർച്ചർ വഴി ഇതിനെ പുറന്തള്ളും. ഇത്രയേ ഉള്ളൂ. ഓക്കെ, സോ ഇതിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് മീസോർക്കിയം ആൻഡ് വാസ എഫറൻഷ്യ. കാരണം അത് രണ്ട് കുട്ടികൾ പലപ്പോഴും വിട്ടുപോകുന്നതായിട്ട് കാണാറുണ്ട് കേട്ടോ. മക്കളത് ഈ ഒരു ഡയഗ്രാം നോക്കിയിട്ട് ഇതിൽ ഇതാണ് ടെസ്റ്റസ്
ആൻഡ് ഈ ബാക്കിൽ കാണുന്നത് മീസോർക്കിയമാണ്. അതിന്റെ മേലെ കാണുന്ന ഈ ട്യൂബുകൾ കണ്ടോ, ദാറ്റ് ഇസ് വാസ് എഫറൻഷ്യ. വാസ് എഫറൻഷ്യ നേരെ കണക്റ്റഡ് ആവുന്നത് എങ്ങോട്ടേക്കാ? ഈ കാണുന്ന കനാലിലേക്കാണ്, ദാറ്റ് ഇസ് ബിഡേഴ്സ് കനാൽ. ബിഡേഴ്സ് കനാൽ നേരെ തുറക്കുന്നത് എങ്ങോട്ടേക്കാണ്? യൂറിറ്ററിലേക്ക്. യൂറിറ്റർ നേരെ എങ്ങോട്ടേക്ക് തുറക്കും? ക്ലോയേക്കയിലേക്ക് തുറക്കും. ഓക്കെ, സോ ഇതിന്റെ പാസേജ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ടെസ്റ്റസ് ടു വാസ എഫറൻഷ്യ. വാസ എഫറൻഷ്യ ഓപ്പൺസ് ഇൻ ടു ബിഡേഴ്സ് കനാൽ ഇൻ കിഡ്നി and Bidder's canal opens to urinogenital duct അല്ലെങ്കിൽ ureter opens to cloaca അതിന്റെ അപ്പേർച്ചർ വഴി അതിനെ പുറത്തേക്ക് തള്ളുന്നു. അങ്ങനെ സ്പേം പുറത്തേക്ക് എത്തും. ഓക്കെ അല്ലേ? സെറ്റ് ആയല്ലോ. അപ്പൊ ഇതേ നമുക്ക് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ പഠിക്കാനുള്ളൂ. മക്കളെ നോക്കിക്കേ, ഇതൊരു ഡീറ്റെയിൽഡ് ആയിട്ട് എന്താ പറയാ ഉള്ള ഡയഗ്രാം ആണ്. കാരണം മറ്റേതൊക്കെ കണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് പാർട്സ് തിരിച്ചറിയണമെന്നില്ല, അതുകൊണ്ടാണ്. സോ ഇതാണ് നമ്മുടെ ടെസ്റ്റസ്. ദിസ് ഇസ് ടെസ്റ്റസ്. ഓക്കെ, ആൻഡ് ഈ കാണുന്ന ട്യൂബ് കണ്ടോ, ഇതാണ് വാസ എഫറൻഷ്യ. ഓക്കെ, വാസ എഫറൻഷ്യ. പിന്നെ നമുക്ക് ഈ കാണുന്ന കുഞ്ഞു പെട്ടി കണ്ടോ, ഇതാണ് ബിഡേഴ്സ് കനാൽ. കിഡ്നിയുടെ മേലെ കാണുന്ന ബിഡേഴ്സ് കനാൽ. ആൻഡ് ദിസ് ട്യൂബ് ഇസ് യൂറിനോജനൈറ്റൽ ഡക്ട് അല്ലെങ്കിൽ യൂറിറ്റർ. ആൻഡ് ഈ കാണുന്നതാണ് നമ്മുടെ ക്ലോയേക്ക. ആൻഡ് ദിസ് വൺ ഇസ് ക്ലോയേക്കൽ എപ്പേർച്ചർ. അതാണ് ക്ലോയേക്കൽ എപ്പേർച്ചർ. ഇനി മീസോർക്കിയം മനസ്സിലാവാനാണ് ഈ ഒരു ഇമേജ് കൊടുത്തിട്ടുള്ളത്. ഈ കാണുന്ന കുഞ്ഞി ട്യൂബുകൾ കണ്ടോ നിങ്ങൾ, അത് വാസ എഫറൻഷ്യ ആണ്. പക്ഷെ അത് ഇരിക്കുന്ന ഈ ഫോൾഡ് കണ്ടോ, അതായത് ഡബിൾ ഫോൾഡ് ഓഫ് പെരിറ്റോണിയം, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? മീസോർക്കിയം എന്ന് വിളിക്കുന്നത് കേട്ടോ. ഓക്കെ, നോക്കിക്കേ, ദാറ്റ് ഇസ് മീസോർക്കിയം. ദിസ് ബ്രൗൺ, ലൈറ്റ് ബ്രൗൺ കളേർഡ് ആയിട്ടുള്ള ആ ഒരു ഡബിൾ ഫോൾഡഡ് മെംബ്രെയിൻ, പെരിറ്റോണിയൽ മെംബ്രെയിനെയാണ് നമ്മൾ മീസോർക്കിയം എന്ന് വിളിക്കുന്നത്. മീസോർക്കിയം. ഓക്കെ, ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സെറ്റ് ആയല്ലോടാ? ഓക്കെ, അപ്പൊ നമ്മൾ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം പഠിച്ചു കഴിഞ്ഞു. നെക്സ്റ്റ് ഇസ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. സോ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തില് എഗ് അല്ലെങ്കിൽ ഓവത്തിനെ ഉണ്ടാക്കുന്ന പ്രൈമറി സെക്സ് ഓർഗൻ എന്ന് പറയുന്നത് ഓവറീസ് ആണ്. Okay, so ovaries produce the female gamete, that is egg or ovum. ഇനി ഇതും ശരിക്കും പറഞ്ഞാൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളെ കിഡ്നിയുടെ അടുത്താണ്. ഓക്കെ, പക്ഷെ നേരത്തെ നമ്മൾ ടെസ്റ്റസിന്റെ ഒരു കാര്യം പറഞ്ഞിരുന്നു. ടെസ്റ്റസും കിഡ്നിയും മീസോർക്കിയം വഴി കണക്റ്റഡ് ആണ്. പക്ഷെ ഇവിടെ ഈ കാണുന്നതാണ് ഓവറി. ഈ ഓവറി ഇരിക്കുന്നത് കിഡ്നിയുടെ അടുത്താണെങ്കിലും ദേ ഡോണ്ട് ഹാവ് എനി ഫങ്ഷണൽ കണക്ഷൻ. അവർ പരസ്പരം കണക്റ്റഡ് അല്ല. ഓക്കെ, കിഡ്നിന്ന് ഓവറിയിൽ നിന്ന് എന്ത് സ്റ്റാർട്ട് ചെയ്ത് വരുന്നുണ്ട്? നമ്മുടെ ഫെലോപ്പിയൻ ട്യൂബ് അല്ലെങ്കിൽ ഓവിഡക്റ്റ് വരുന്നുണ്ട് അല്ലെ. സോ കിഡ്നിയിൽ വെച്ചിട്ട് എന്തുണ്ടാവുന്നുണ്ട്? നിങ്ങൾ ഈ കാണുന്ന കുറെ ഓവ അല്ലെങ്കിൽ എഗ്സ് ഉണ്ടാവുന്നുണ്ട്. ഈ എഗ്സ് ഓവറിൽ നിന്ന് നേരെ കയറുന്നത് എങ്ങോട്ടേക്കാണ്? ഓവിഡക്റ്റിലേക്കാണ്. ഓക്കെ, സോ ഈ കാണുന്നത് എന്താണ്? ഈ കാണുന്നത് ഓവറി ആണെങ്കിൽ ഈ ഓവറിയിൽ ഉണ്ടാവുന്ന ഓവം നേരെ കയറുന്നത് എങ്ങോട്ടേക്കാണ്? ഓവിഡക്റ്റിലേക്കാണ്. ഓക്കെ, ഓവിഡക്റ്റ് നേരെ കണക്റ്റഡ് ആയി കിടക്കുന്നത് എങ്ങോട്ടേക്കാ? അത് നമ്മുടെ ക്ലോയേക്കയിലേക്ക്. ദിസ് ഇസ് ക്ലോയേക്ക. ഓക്കെ, ദിസ് ഇസ് ഓവിഡക്റ്റ്. ഈ വളഞ്ഞിരിക്കുന്ന ആളാണ് നമ്മുടെ ഓവിഡക്റ്റ്. അത് നേരെ തുറക്കുന്നത് എങ്ങോട്ടേക്കാണ്? ക്ലോയേക്കയിലേക്കാണ്. അങ്ങനെ ക്ലോയേക്കയിൽ എത്തിയ എഗ് ക്ലോയേക്കൽ എപ്പേർച്ചർ വഴി പുറത്തേക്ക് പോകുന്നു. ഇനി ഒരൊറ്റ ടൈമിൽ തന്നെ, സിംഗിൾ ടൈമിൽ തന്നെ 2500 മുതൽ 3000 ഓവം വരെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അതായത് സിംഗിൾ ടൈമിൽ തന്നെ ഇവർ എത്രത്തോളം ഓവത്തിന് ഉണ്ടാക്കുന്നുണ്ട്? 2500 to 3500 ഓവത്തിന് ഉണ്ടാക്കുന്നുണ്ട്. സോ ഇത് സിമ്പിൾ ആണ്. ഓവ പ്രൊഡ്യൂസ്ഡ് ആവുന്നത് ഓവറിയിൽ നിന്ന് അത് നേരെ ഓവിഡക്റ്റിലേക്ക് എത്തും. ഓവിഡക്റ്റിൽ നിന്ന് നേരെ അത് എങ്ങോട്ടേക്ക് എത്തും? ക്ലോയേക്കയിലേക്ക് എത്തും. ഓക്കെ, സോ ഇവിടെ ഓവറിയും കിഡ്നിയും തമ്മിൽ ഒരു ഫങ്ഷണൽ ആയിട്ടുള്ള കണക്ഷൻസും കാണുന്നില്ല. അപ്പൊ മക്കളെ ഇത് നോക്കിക്കേ, ദിസ് ഇസ് കിഡ്നി. അതിന്റെ മുകളിലായിട്ട് നമുക്ക് എന്ത് കാണാൻ പറ്റും? ഈ കാണുന്ന ഓവറി കാണാനായിട്ട് പറ്റും. സോ ആൻഡ് എവിടെടാ? ഇത് നമ്മൾ ഓവിഡക്റ്റ്. ഓക്കെ, സോ ദിസ് ഇസ് ദ ഓവിഡക്റ്റ്. അപ്പം ഇവിടെ ഉണ്ടായ ആള് എങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്? ഓവിഡക്റ്റിലേക്ക് എത്തുന്നുണ്ട്. ഓവിഡക്റ്റ് നേരെ എങ്ങോട്ടേക്ക് കണക്റ്റഡ് ആണ്? നമ്മുടെ ക്ലോയേക്കയിലേക്ക് കണക്റ്റഡ് ആണ്. ക്ലോയേക്കയുടെ അപ്പേർച്ചർ വഴി ഇത് പുറത്തേക്ക് പോകും. ആരാ പുറത്തേക്ക് പോകുന്നത്? എഗ്. ഓക്കെ, സോ egg goes from ovary to oviduct to cloaca, ക്ലോയേക്കയിൽ നിന്ന് ക്ലോയേക്ക അപ്പേർച്ചർ വഴി പുറത്തേക്ക് പോകും. ഇത്രയേ ഉള്ളൂ ഇതിൽ പഠിക്കാൻ. കണ്ടില്ലേ? വേറെ ഒന്നും ഇതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനില്ല. ശരിക്കും പറഞ്ഞാൽ സിമ്പിൾ ആണ്. ഇത്ര കാര്യങ്ങൾ നിങ്ങൾ ഇതിൽ നോക്കിയാൽ മതി. ഇനിയാണ് ഫെർട്ടിലൈസേഷൻ. അതായത് നമ്മളത് ഇപ്പൊ എന്തൊക്കെയുണ്ട്? സ്പേം ഉണ്ട്, അതേപോലെ തന്നെ നമുക്ക് എന്തുണ്ട്? ഓവം ഉണ്ട്. അപ്പൊ ഇത് തമ്മിൽ എന്ത് ചെയ്യണം? മീറ്റ് ചെയ്യണം അല്ലെ. എന്നാൽ മാത്രമേ എന്തുണ്ടാവുന്നുള്ളൂ? നമ്മളെ
കുഞ്ഞി തവളക്കുട്ടികൾ ഉണ്ടാവുന്നുള്ളൂ. സോ സ്പേമും ഓവവും മീറ്റ് ചെയ്യുന്ന, ഫെർട്ടിലൈസ്ഡ് ആവുന്ന, ഫ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറയാം. അപ്പോഴേ ഇവിടെ എന്തുണ്ടാവുള്ളൂ, ഒരു സൈഗോട്ട് ഉണ്ടാവുള്ളൂ. ആ സൈഗോട്ട് പിന്നെ ഒരു അഡൾട്ട് ഫ്രോഗ് ആയിട്ട് മാറുന്നുള്ളൂ. ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമ്മുടെ മെയിൽ ഫ്രോഗിന് കോപ്പുലേറ്ററി പാഡ് ഉണ്ട്. ആ കോപ്പുലേറ്ററി പാഡ് ഈ ഫീമെയിൽ ഫ്രോഗിനെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. എന്നാലേ രണ്ടുപേരുടെയും ക്ലോയൊക്കെ പരസ്പരം മീറ്റ് ചെയ്യുന്നുള്ളൂ കേട്ടോ. സോ ഇവരുടെ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ്. അതായത് ബോഡിയുടെ പുറത്ത് വെച്ചിട്ടാണ് സ്പേമും എഗ്ഗും ഫെർട്ടിലൈസ്ഡ് ആവുന്നത്. സോ ഇറ്റ് ഇസ് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ. അതായത് ഈ എന്താ പറയാ, നമ്മളെ മെയിൽ ഫ്രോഗും ഫീമെയിൽ ഫ്രോഗും മേറ്റ് ചെയ്യുന്ന സമയത്ത് അവരവരുടെ ഗാമീറ്റ്സിനെ വാട്ടറിലേക്കാണ് റിലീസ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾ കണ്ടില്ലേ? അതായത് അവർ മീറ്റ് ചെയ്യുമ്പോൾ അവരെന്താ ചെയ്യുക, വാട്ടറിലേക്കാണ് സ്പേം ആയിക്കോട്ടെ അല്ലെങ്കിൽ ഓവം ആയിക്കോട്ടെ അതിനെ റിലീസ് ചെയ്യുന്നത്. അപ്പൊ വാട്ടറിൽ ഡെപ്പോസിറ്റ് ആയിട്ടുള്ള സ്പേമും ഓവും അവിടെ വെച്ച് ഫ്യൂസ് ആകും. ഫ്യൂസ് ആയിട്ട് അതെന്തായി മാറും, സൈഗോട്ടായിട്ട് മാറും കേട്ടോ. അതായത് എഗ് ഹാച്ച് ചെയ്യും, അതിന്റെ ഉള്ളിൽ നമ്മുടെ കുഞ്ഞ് എംബ്രിയോ വളരുന്നുണ്ടാകും, എന്നിട്ട് അതെന്താകും, ഒരു അഡൾട്ട് ഫ്രോഗ് ആയിട്ട് മാറും. സോ ഇവിടെ ഇവർക്കുള്ളത് ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ് ആണ്. ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചത് എന്താ ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാല്, അതായത് നമ്മളെ തവളയുടെ കുഞ്ഞു കുട്ടികളെ കണ്ടാൽ ഒരിക്കലും അത് ഭാവിയിൽ തവളയാവാൻ പോകുന്നതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം യങ് വൺസിനെയും അഡൾട്ടിനെയും പരസ്പരം കണ്ടാൽ തിരിച്ചറിയില്ല. അവർ രണ്ടുപേരും ഒരുപോലെ ഇരിക്കുന്നില്ല. ദേ ആർ ഡിഫറെന്റ്, ദേ ഡു നോട്ട് റിസംബിൾ ഈച്ച് അതർ. അവർ രണ്ടുപേരും കാണാൻ ഒരുപോലെ ഇരിക്കുന്നില്ല. സോ അങ്ങനെയുള്ള ഡെവലപ്മെന്റ് ആണ് ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ്. ഓക്കെ, വളർന്നു കഴിഞ്ഞാലേ അത് തവളയായിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. സോ ദാറ്റ് ഇസ് ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ്. അപ്പൊ ഇവർക്ക് എന്ത് സ്റ്റേജ് ഉണ്ടാവണം, ഒരു ലാർവൽ സ്റ്റേജ് ഉണ്ടാവണം അല്ലെ? ലാർവൽ സ്റ്റേജിലൂടെ വളർന്നു വന്നാലാണ് അത് എന്താവുന്നത്, ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ് ആവുന്നത്. ഓക്കെ, സോ ഫ്രോഗിന്റെ എഗ്, ആ എഗ് എന്ത് ചെയ്യും, ഹാച്ച് ചെയ്യും, പൊട്ടിയിട്ട് അതിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് ടാഡ്പോൾ ആണ്. എന്താണ് മക്കളെ ടാഡ്പോൾ എന്ന് പറഞ്ഞാൽ? വാൽമാക്രി അല്ലെ? നമ്മൾ കണ്ടാൽ എന്താ വിചാരിക്കുക, വെള്ളത്തിൽ കുറെ മീൻകുട്ടികൾ ഉണ്ടെന്നാ വിചാരിക്കുക അല്ലെ, കുഞ്ഞു മീൻകുട്ടികൾ. പക്ഷെ അതല്ല, അത് തവളയുടെ മുട്ട പൊട്ടി പുറത്ത് വന്ന ടാഡ്പോൾ ആണ്, വാൽമാക്രികളാണ്. വാൽമാക്രീനെ കണ്ടാ പറയോ അത് തവളയാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല, മനസ്സിലാവുക പോലും ഇല്ല അല്ലെ. അതുകൊണ്ടാണ് ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞത്. സോ ഫ്രോഗിന്റെ എഗ് ഹാച്ച് ചെയ്യും, പൊട്ടിയിട്ട് അതിന്റെ ഉള്ളിൽ നിന്ന് നമ്മുടെ ടാഡ്പോൾ, വാൽമാക്രി പുറത്തേക്ക് വരും. ഇവർക്ക് പിന്നീട് കുറെ ചേഞ്ചസ് സംഭവിച്ചിട്ടാണ്, അതായത് കുറെ സ്റ്റേജസിലൂടെ ഇവർ കടന്നു പോയിട്ടാണ് അവസാനം ഒരു അഡൾട്ട് ഫ്രോഗ് ആയിട്ട് മാറുന്നത് കേട്ടോ. അവസാനം എന്തായിട്ട് മാറുന്നത്, ഒരു അഡൾട്ട് ഫ്രോഗ് ആയിട്ട് മാറുന്നത്. ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് മെറ്റാമോർഫോസിസ്. ആ ഒരു പ്രോസസ്സിനെ നമ്മൾ എന്താ വിളിക്കുക, മെറ്റാമോർഫോസിസ്. ഓക്കെ, അതായത് ടാഡ്പോള് എന്താ പറയുക, ചേഞ്ച് ചെയ്ത് അവസാനം അഡൾട്ട് ആയിട്ട് മാറും, ഒരു അഡൾട്ട് ഫ്രോഗ് ആയിട്ട് മാറും. അതിനെയാണ് നമ്മൾ മെറ്റാമോർഫോസിസ് എന്ന് വിളിക്കുക. ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, നീറ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എന്താന്ന് വെച്ചാൽ മെറ്റാമോർഫോസിസ് ഓഫ് ഫ്രോഗ് ഇത് നടക്കണമെങ്കിൽ നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻഡ് റിലീസ് ചെയ്യുന്ന തൈറോക്സിൻ എന്ന് പറയുന്ന ഹോർമോൺ നിർബന്ധമാണ്. ഇവിടെ മെറ്റാമോർഫോസിസ് എന്താ പറയുക നടക്കാൻ സഹായിക്കുന്ന ഹോർമോൺ തൈറോക്സിൻ ആണ്. ഓക്കെ, തൈറോക്സിൻ റിലീസ് ചെയ്യുന്നത് ആരാണ്, തൈറോയ്ഡ് ഗ്ലാൻഡ് ആണ്. സെറ്റ് ആയല്ലോ. ഇനി നമ്മൾ ടാഡ്പോൾ പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അക്വാട്ടിക് ലാർവേനെയാണ് നമ്മൾ ടാഡ്പോൾ എന്ന് പറയാം. അതായത് വെള്ളത്തിൽ മുട്ട ഹാച്ച് ചെയ്ത് പുറത്ത് വന്ന ആ കുഞ്ഞി മക്കളെയാണ് നമ്മൾ ടാഡ്പോൾ എന്ന് പറയാ. അവർക്ക് വെള്ളത്തിലായതുകൊണ്ട് തന്നെ റെസ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഗിൽസ് ഉണ്ട്, അവർക്ക് ശ്വസിക്കാൻ വേണ്ടിയിട്ട് എന്തുണ്ട്, ഗിൽസ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ എന്തുകൊണ്ടാണ് ഇവർ മീനാന്ന് തെറ്റിദ്ധരിക്കുന്നത്, ഇവർക്കൊരു കുഞ്ഞു വാല് പോലെ ഉണ്ടാവും, അത് വെച്ചിട്ട് ഇങ്ങനെ നീന്തുന്നുണ്ടാവും അല്ലെ. സോ സ്വിമ്മിങ്ങിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മൂവ്മെന്റിന് വേണ്ടിയിട്ട് അവർക്ക് എന്തുണ്ട്, ടെയിൽ ഉണ്ട്. ഓക്കെ, എന്തുണ്ട്, ടെയിൽ ഉണ്ട്. സോ ടാഡ്പോളിന് ഗിൽസും ടെയിലും ഉണ്ട്. ഗിൽസ് ഫോർ റെസ്പിറേഷൻ, ടെയിൽ ഫോർ സ്വിമ്മിങ്. ഇതാണ് അവരുടെ എഗ് ഹാച്ച് ചെയ്തപ്പോൾ ടാഡ്പോൾ വന്നു. ആ ടാഡ്പോളിന് ഇങ്ങനെ ചേഞ്ച് സംഭവിച്ചിട്ടാണ് അവസാനം അതെന്തായി മാറുന്നത്, ഒരു ഫ്രോഗ് ആയിട്ട് മാറുന്നത്. ഓക്കെ, ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ മെറ്റാമോർഫോസിസ് എന്ന് പറയാം. ഈ കാണിച്ചിരിക്കുന്നത് മെറ്റാമോർഫോസിസ് അല്ലെങ്കിൽ ലൈഫ് സൈക്കിൾ ഓഫ് ഫ്രോഗ് ആണ് കേട്ടോ. മെറ്റാമോർഫോസിസ് അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദ ലൈഫ് സൈക്കിൾ ഓഫ് ഫ്രോഗ്. ഇറ്റ് ഈസ് ദ ലൈഫ് സൈക്കിൾ ഓഫ് ഫ്രോഗ്. നോക്കാം അതെങ്ങനെയാന്ന് നോക്കാം. ഓക്കെ, നോക്കിക്കേ, ദിസ് ഇസ് എഗ്, അതായത് മുട്ട. ഈ മുട്ട പൊട്ടും. ഫെർട്ടിലൈസേഷന് ശേഷം എന്തുണ്ടാകും, ആ ഒരു എന്താ പറയാ ഫെർട്ടിലൈസ്ഡ് എഗ് ഉണ്ടാവും. ആ എഗിന്റെ ഉള്ളിലാണ് എംബ്രിയോ ഇരിക്കുന്നത്. അപ്പം എഗ് മെല്ലെ പൊട്ടിയിട്ട് എന്ത് വരും പുറത്തേക്ക്, ടാഡ്പോൾ വരും. ഓക്കെ, ടാഡ്പോൾ ഇങ്ങനെ വെള്ളത്തിൽ നീന്തി കളിക്കുന്നുണ്ടാകും. അവർക്ക് ബ്രീത്തിങ്ങിന് വേണ്ടിയിട്ട് എക്സ്റ്റേണൽ ഗിൽസ് ഉണ്ടാവും. ഓക്കെ, എന്നിട്ട് മെല്ലെ അവർക്ക് ടെയിൽ ഗ്രോ ചെയ്യും, അതായത് ഒരു വാലുണ്ടാവും. അതെന്തിനു വേണ്ടിയിട്ടാണ്, സ്വിമ്മിങ്ങിന് വേണ്ടിയിട്ട്. പിന്നെ അവർക്ക് എന്താ ഡെവലപ്പ് ചെയ്ത് വരിക, ഹൈൻഡ് ലിംസ് ഡെവലപ്പ് ചെയ്ത് വരും.
അതായത് ബാക്കിലുള്ള 2 ലിംബുകൾ ഡെവലപ്പ് ചെയ്ത് വരും. ആൻഡ് അതിനുശേഷമാണ് ഇവർക്ക് മുന്നിലുള്ള 2 ലിംബുകൾ ഡെവലപ്പ് ചെയ്ത് വരിക. അതായത് ഫ്രണ്ടിൽ 2 ലെഗ്സ് ഡെവലപ്പ് ചെയ്ത് വരും. ആദ്യം ബാക്കത്തെ ലെഗ് വരും, പിന്നെ മുന്നത്തെ ലെഗ് വരും. മുന്നത്തെ ലെഗൊക്കെ വന്നു കഴിഞ്ഞാല് പിന്നെ ഈ നീണ്ട വാല് ചുരുങ്ങാൻ തുടങ്ങും. അതായത് ടെയിൽ ബിക്കംസ് ഷോർട്ടർ. കാരണം വലിയ തവളയ്ക്ക് വാലുണ്ടോ? തവളയ്ക്ക് വാലില്ല. പക്ഷെ ഈ വാൽമാർക്കറിക്ക് വാലുണ്ടായിരുന്നു. ആ വാലാണ് ഈ 2 പെയേഴ്സ് ഓഫ് ലിംസും വരുന്നത് വരെ ബോഡിയിൽ ഉണ്ടായിരുന്നത്. അപ്പൊ 2 പെയർ ലിംബും വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ വാല് മെല്ലെ 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 ചുരുങ്ങാൻ തുടങ്ങും, ഷോർട്ടർ ആകും. അപ്പൊ നമുക്കിവിടെ എന്ത് കിട്ടി? ഒരു യങ് ഫ്രോഗിനെ കിട്ടിയല്ലേ? അതാണ് ഫ്രോഗ്ലെറ്റ്, അതായത് കുഞ്ഞിത്തവള. അതാണ് കുഞ്ഞിത്തവള, വാലൊന്നും ഇല്ലാത്ത നമ്മുടെ വലിയ തവളനെ പോലെ ഇരിക്കുന്ന കുഞ്ഞിത്തവള. അത് പെട്ടെന്ന് തന്നെ എന്താവും? ഒരു അഡൾട്ട് ഫ്രോഗ് ആയിട്ട് മാറും. ഓക്കെ, എന്തായിട്ട് മാറും? ഒരു അഡൾട്ട് ഫ്രോഗ് ആയിട്ട് മാറും. ഓക്കെ, സോ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ ഈ ഫസ്റ്റ് ഉണ്ടായ നമ്മുടെ ടാഡ്പോളിൽ നിന്നും കണ്ട അഡൾട്ട് ഫ്രോഗിനെ പോലെ ഇരിക്കാത്തത് കൊണ്ടാണ് ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞത്. ഈ കംപ്ലീറ്റ് ലൈഫ് സൈക്കിളിനെയാണ് നമ്മൾ മെറ്റാമോർഫോസിസ് എന്ന് പറയുന്നത്. അതിനാണ് തൈറോയ്ഡ് ഗ്ലാൻഡിന്റെ തൈറോക്സിൻ വേണം, അതായത് ആ തൈറോക്സിന്റെ ഹെൽപ്പോട് കൂടിയാണ് ഇവിടെ മെറ്റാമോർഫോസിസ് നടക്കുന്നത് കേട്ടോ. ഓക്കെ ആയോ? സെറ്റ് ആയോ? ഇത്രയുള്ള റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഓഫ് ഫ്രോഗ്. അപ്പൊ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ നിങ്ങൾ ആദ്യം ലൈക് സെക്ഷൽ ഡൈമോർഫിസം പഠിക്കുക. പിന്നെ ഇവർ എന്ത് തരം ആനിമൽ ആണ്, ഡയേഷ്യസ് ആണോ അത് പഠിക്കുക. പിന്നെ മെയിൽ ആൻഡ് ഫീമെയിൽ, അതിൽ ടെസ്റ്റസ് ഉണ്ടാക്കുന്ന സ്പേം എങ്ങനെ ക്ലോയക്ക വരെ എത്തുന്നു, ആ ഒരു പാത്വേ ആണ് നിങ്ങൾ അവിടെ പഠിക്കാനുള്ളത്. ടെസ്റ്റസ്, പിന്നെ വോസ എഫറൻഷ്യ, പിന്നെ കിഡ്നിയിലുള്ള ബിഡസ് കനാലിൽ നിന്ന് യൂറിനോ ജെനൈറ്റൽ ഡക്ട് വഴി നേരെ ക്ലോയക്ക. അപ്പൊ അവിടെ ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഫീമെയിൽ ഫ്രോഗിനെ പോലെയല്ല മെയിൽ ഫ്രോഗിലെ യൂറിറ്റർ അത് യൂറിനെയും ക്യാരി ചെയ്യും, സ്പേമിനെയും ക്യാരി ചെയ്യും. അതുകൊണ്ട് അതിനെ നമ്മൾ യൂറിനോ ജെനൈറ്റൽ ഡക്ട് എന്ന് വിളിക്കും. അത് നേരെ ക്ലോയക്കയിലേക്ക് തുറക്കും. ക്ലോയക്ക അതിന്റെ എപ്പേർച്ചർ വഴി സ്പേമിനെ പുറന്തള്ളും. ഓക്കെ, പിന്നെ ടെസ്റ്റസും അതുപോലെ തന്നെ കിഡ്നിയും തമ്മിലുള്ള കണക്ഷൻ എന്താണ്? മീസോർക്കിയം. ഇനി ഫീമെയിൽ ഫ്രോഗിൽ പഠിക്കേണ്ടത് എന്താ? ഓവറിയും കിഡ്നിയും തമ്മിൽ ഫംഗ്ഷണൽ കണക്ഷൻ ഇല്ല. ഓവറി ഉണ്ടാക്കുന്ന ഓവത്തിനെ നേരെ ക്യാരി ചെയ്യുന്നത് ഓവിഡക്റ്റ് ആണ്. ഓവിഡക്റ്റ് നേരെ ക്ലോയക്കയിലേക്ക് അതിനെ എത്തിക്കും. ക്ലോയക്കൽ എപ്പേർച്ചർ വഴി അതിനെ പുറന്തള്ളും. അങ്ങനെ വാട്ടറിൽ ഡെപ്പോസിറ്റ് ആയിട്ടുള്ള എഗ്ഗും സ്പേമും വാട്ടറിൽ വെച്ചിട്ട് ഫെർട്ടിലൈസ്ഡ് ആകും. ഫെർട്ടിലൈസ്ഡ് എഗ്ഗ് പൊട്ടി ടാഡ്പോൾ പുറത്ത് വരും. എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ്. പിന്നെ മെറ്റാമോർഫോസിസ് നടക്കുന്നുണ്ട്. തൈറോക്സിൻ ആവശ്യമുണ്ട്. ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ് ആണ്. ലൈക്ക് വെള്ളത്തിൽ പൊട്ടി പുറത്തു വന്ന ആള്, അതായത് മുട്ട പൊട്ടി പുറത്തു വന്ന ആള് ടാഡ്പോൾ ആണ്. ഈ ടാഡ്പോൾ എന്താ സംഭവിക്കുക? അവർക്ക് മെറ്റാമോർഫോസിസ് നടന്ന് ആദ്യം അവർക്ക് ഗിൽസ് വരും, ടെയില് വരും, പിന്നെ ബാക്കിൽ 2 ലെഗ്സ്, പിന്നെ മുന്നിൽ 2 ലെഗ്സ്, പിന്നെ ടെയിലൊക്കെ കൂടി ചുരുങ്ങും. പിന്നെ അതൊരു അഡൾട്ട് ഫ്രോഗ് ആയിട്ട് മാറും കേട്ടോ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇപ്പൊ നമുക്ക് വലിയ തവണ കിട്ടി. സോ ഇതിന്റെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവും നമ്മൾ അടിച്ച് പൊളിച്ച് പഠിച്ചിട്ടുണ്ടാവും. കണ്ടില്ലേ? ഇപ്പൊ ഓരോരോ ഭാഗങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് ഇത്രയേ ഉള്ളൂ, ഇതൊരു സിമ്പിൾ ടോപ്പിക്കും അല്ലെങ്കിൽ ഈ ചാപ്റ്ററെ ഇപ്പൊ ഒരു സിമ്പിൾ ആണ് എന്ന് നമുക്ക് തോന്നുന്നുണ്ടല്ലോ. ഇതുപോലെ നമുക്ക് എല്ലാം പഠിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നന്നായിട്ട് ഓർത്തിരിക്കാനും എക്സാമിൽ നല്ല മാർക്ക് വാങ്ങാനായിട്ട് പറ്റും കേട്ടോ. ഓക്കെ, സോ നമ്മുടെ വേദാന്തു മലയാളത്തിന്റെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ഉള്ള ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ QR കോഡ് കൊടുത്തിട്ടുണ്ട്. ഇനി അതും അല്ലെങ്കിൽ വെറുതെ ജസ്റ്റ് ടെലഗ്രാം ഗ്രൂപ്പ് എടുത്തിട്ട് വേദാന്തു +1 +2 മലയാളം പഠിച്ചാൽ മതി. നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ജോയിൻ ചെയ്താൽ ഗുണം എന്താ? ഇൻസ്റ്റന്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് കിട്ടും, നോട്ടിഫിക്കേഷൻസ് കിട്ടും, ലൈവിന്റെ ലിങ്ക് കിട്ടും, നോട്ട്സ് ഒക്കെ നിങ്ങൾക്ക് അതിൽ കിട്ടുന്നുണ്ട് കേട്ടോ. സോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് ആവശ്യം. അതുപോലെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത സെഷനിൽ കാണാം. ടിൽ ദെൻ ടാറ്റാ.